ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ്. പക്ഷെ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ മിറായി എന്ന് പറഞ്ഞൊരു അന്വേഷണ സിനിമേന്റെയാണ്. സിനിമ കേരള ബോക്സ് ഓഫീസിന് ഓൾമോസ്റ്റ് 3 ദിവസം കൊണ്ട് 22.75 ലക്ഷമാണ് സിനിമയുടെ കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 3 ദിവസം കൊണ്ട്. മലയാളത്തിൽ നമ്മുടെ ജയറാമേട്ടനും സിനിമയിലെ ഒരു ഭാഗമായിട്ടുണ്ട്. പടം കണ്ടിട്ടുണ്ടെങ്കിൽ പടത്തിന് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു തമിഴ് സിനിമയാണ് നമ്മുടെ ശിവകാർത്തികേയൻ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് നമ്മുടെ മലയാളത്തിലെ ബിജു മേനോനും അഭിനയിച്ച സിനിമയാണ് മദ്രാസി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. നമ്മുടെ AR മുരുകദോസ് അനിരുദ്ധ് കോംബോ ആണ് സിനിമയുടെ ഡയറക്ഷനും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സിനിമ ഒരു മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ് പുറത്തിറങ്ങി സിക്കന്ദർ എന്ന സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. സിനിമ റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 10 ദിവസം കഴിയുകയാണ്. 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 2,18,00,000 സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നിലവില്. ഇനി ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ സിനിമേന്റെയാണ്. സിനിമ ഓഗസ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓണം പ്രമാണിച്ച് ക്ലാഷ് റിലീസ് ചെയ്തത്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ കുറവാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 17 ദിവസം കൊണ്ട് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ 2,21,00,000 കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഡിസാസ്റ്ററിലോട്ട് പോവുകയാണ് കല്യാണി പ്രിയദർശൻ ഫഹദ് ഫാസിൽ അഭിനയിച്ച നമ്മുടെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു OTT ഡീലിംഗിലും അറ്റ്ലീസ്റ്റ് കിട്ടട്ടെ വരും ദിവസങ്ങളിൽ. മറ്റൊരു മലയാള സിനിമയാണ് തലവര എന്ന് പറഞ്ഞ സിനിമ. ഓണത്തിന് മുമ്പ് തിയേറ്റർ റിലീസിന് വന്ന സിനിമയാണ് നമ്മുടെ അർജുൻ അശോകന്റെ തലവര എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ 24 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് തിയേറ്റർ റണ്ണിങ്ങിൽ. ഇപ്പൊ സിനിമയുടെ നിലവിൽ 2,35,00,000 ഓൾമോസ്റ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റ് സിനിമയാണ് ഇതേപോലെ തന്നെ സെപ്റ്റംബർ 5-ന് പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ നമ്മുടെ കോൺജറിങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ കോൺജറിങ് ലാസ്റ്റ് റിറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു ഹൊറർ സിനിമയും കൂടിയാണ്. കേരള ബോക്സ് ഓഫീസിന് ഹൊറർ സിനിമയായ കോൺജറിങ് 2,80,00,000 കാണാൻ സാധിക്കുന്നത്. 2,65,00,000 കഴിഞ്ഞ് 10 ദിവസം കൊണ്ട് കോൺജറിങ് കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഒരു ആനിമി സിനിമേന്റെയാണ്. ഡീമൺ സ്ലെയർ എന്നാണ് ഈ ഒരു ആനിമിക്ക് പേര് നൽകിയിരിക്കുന്നത്. ഡീമൺ സ്ലെയറിന്റെ ഇൻഫിനിറ്റി കാസിൽ എന്ന ഒരു സിനിമയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 2 മണിക്കൂർ 35 മിനിറ്റ് വരുന്ന ഒരു ആനിമിയാണിത്. ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസിൽ ഒരു ആനിമി ചിത്രം കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് 2,80,00,000 കാണാൻ സാധിക്കുന്നത്. ഒരു കിടു കളക്ഷനാണ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിലെ ഒരു ആനിമി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമേന്റെയാണ് ഓണം പ്രമാണിച്ച് തിയേറ്റർ റിലീസിന് വന്ന സിനിമ. കഴിഞ്ഞ 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 38,05,00,000 നിലവിൽ കാണാൻ സാധിക്കും. നമ്മുടെ ലാലേട്ടൻ സത്യനന്ദിക്കാട് കോമ്പോയിൽ പുറത്തിറങ്ങിയ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ സിനിമയുടെ OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആദ്യ വാരമായിട്ടാണ് OTT റിലീസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ കല്യാണി പ്രിയദർശൻ നെസ്ലൻ എന്നിവർ അഭിനയിച്ചൊരു വമ്പൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് 30 കോടി ബഡ്ജറ്റിൽ വന്ന് ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വരെ തകർത്തിരിക്കുകയാണ്. അങ്ങേ ലെവൽ കളക്ഷനാണ് നിലവിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ. എന്തായാലും സിനിമ 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 88.48 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.